السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونؤمن بالله ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്ന് 2 മണി മുതൽ അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിലാണ് നമ്മളിരിക്കുന്നത്. പ്രൗഢ ഗംഭീരമായ ഒരു പ്രഭാഷണം അബ്ദുൽ അസീസ് മുസ്ലിയാർ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയൊരു സമാപന പ്രഭാഷണം എന്ന ഒരു തലക്കെട്ടിലാണ് ഞാൻ എഴുന്നേറ്റ് നിന്നതെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ നമുക്കറിയാം, ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉള്ള ആളുകളോട് പിന്നെയും പിന്നെയും നിങ്ങൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ആവണമേ എന്ന് തുടർച്ചയായിട്ടൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടുന്ന ഒരവസ്ഥ മുസ്ലിം സമുദായത്തിൽ എത്തിച്ചേർന്നത് എന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണ്ടേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രബോധന കാലഘട്ടത്തിൽ പ്രബോധനം ചെയ്തത് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. അള്ളാഹുവിൻ്റെ വഹ്യ് വന്നുകൊണ്ടിരിക്കുക, അതവിടുത്തെ സ്വഹാബികൾക്ക് യഥാസമയം എത്തിച്ചുകൊണ്ടിരിക്കുക. ആ പ്രവാചകന്റെ കാലശേഷം അവിടുത്തെ സ്വഹാബികളും ആ പരിശുദ്ധ ഖുർആനും ആ പ്രവാചകന്റെ സുന്നത്തുമാണ് പഠിപ്പിച്ചത്. ഉത്തമരായിട്ടുള്ള നൂറ്റാണ്ടിൽ മഹാപണ്ഡിതന്മാരൊക്കെയും നിർവഹിച്ചത് ആ ഒരു കാര്യം തന്നെ. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തിരുസുന്നത്ത് ആളുകളെ പഠിപ്പിക്കുക. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ പ്രവാചകന്റെ സുന്നത്തിനെയും അള്ളാഹുവിൻ്റെ ഖുർആനിനെയും മാറ്റി നിർത്തിക്കൊണ്ട് പല തരത്തിലുള്ള മാലകളും നൂലാമാലകളും കിതാബുകളും ഓരോ ആളുകളും അവർക്ക് തോന്നിയ തരത്തിൽ എഴുതിയുണ്ടാക്കുകയും ഇതൊക്കെയും ഇസ്ലാമിൽപ്പെട്ടതാണ്, മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടതാണ് എന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയും ഉണ്ടായി. അങ്ങനെയാണ് ഈ മുസ്ലിം സമുദായത്തിൽ ഇത്രയധികം പാളക്കിതാബുകൾ ഏറി വന്നത്. നമ്മൾ നോക്കി, ഓരോ വീട്ടിൽ പരിശുദ്ധ ഖുർആൻ 1-2 ഉണ്ടാവുള്ളൂ. 5 ആളുള്ള ഒരു വീട്ടിൽ 5 ആൾക്കും ഖുർആൻ പാരായണം ചെയ്യാൻ 5 ഖുർആൻ എന്നൊരു സംവിധാനം തന്നെ ഇല്ല. ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് 5 ആൾക്ക് 5 മൊബൈൽ ഉണ്ടാവും അല്ലേ? പെരയിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അതെന്നെ അമ്മയും അതെന്നെ പെങ്ങളും അതെന്നെ കാക്കി ഉപയോഗിക്കോ? ഇല്ല. 5 ആൾക്ക് 5 മൊബൈൽ വേണം, എന്നാൽ 5 ആൾക്ക് 5 ഖുർആൻ വേണം എന്നൊരു ചിന്ത ഉണ്ടോ? അങ്ങനെ ഒരു വാശിയുണ്ടോ? ഇല്ല. ഒരു ഖുർആൻ ഉണ്ടോ അവിടെ എന്ന് പറയും. അതിൻ്റെ ആരോ മരിച്ചോടത്ത് കൊണ്ടുപോയത് അതുവരെ കൊടുത്തിട്ടില്ല എന്നും പറയും. അതെന്നെ ഉപയോഗിക്കണില്ല. എന്നാ ഈ മൗലൂദ് കിതാബ് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം എത്തി. നേരത്തെ അസീസ് മുസ്ലിയാർ പറഞ്ഞു, ഒരുപാടാണ് ഇത് പെരുകിയത്. ഞാനൊക്കെ ദർസുൽ ഓതുന്ന കാലത്ത് 10 വക ഏടുമേന് ഇത് തുടങ്ങിയത്. 10 വക ഏട് എന്നിട്ട് ഒരു ചെറിയ ഒരു കൈപ്പുസ്തകം. ആ സാധനം ഇബ്ലീസ് എവിടെ എത്തിച്ചു എന്നറിയുന്നു? ഇബ്ലീസ് അതിന് എത്രത്തോളം പ്രോത്സാഹനം നൽകിയെന്നറിയോ? പരിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായം ഈ ഉസ്താദുമാർ അവരുടെ ഈ പഴയ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നെങ്കിൽ നമ്മൾ ഈ മുസ്ലിം സമുദായം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് പഠിച്ചിരുന്നു. 114 അധ്യായം അവർ കൃത്യമായി സമുദായത്തെ ഓരോ സമയത്തും പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ മുസ്ലിം സമുദായം മുഴുവനും പരിശുദ്ധ ഖുർആൻ അറിയുന്ന ആളുകളായിരുന്നു. എന്നാൽ ആ ഖുർആനെ തൊടാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റിയിട്ട് അവർക്ക് കൊടുത്തത് ഈ മാലകളും മൗലൂദുകളും കിതാബുകളാണ്. ഇന്ന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ പരിശുദ്ധ ഖുർആനിനേക്കാൾ ഒരു വേള പരിശുദ്ധി കാണുന്ന ഒരു സാധനമാണ് കുത്തുബിയത്ത് എന്ന് പറയുന്നത്. ഒരു മോളെ പ്രസവത്തിന് കൊണ്ടുപോകണമെങ്കിൽ ആ വീട്ടിൽ കുത്തുബിയത്ത് നടത്തണം. ഒരു മോന് ഗൾഫിലേക്ക് പോകണമെങ്കിൽ ആ വീട്ടിൽ കുത്തുബിയത്ത് നടത്തണം. ഒരു പുതിയ വീടിലേക്ക് കടന്നിരിക്കണമെങ്കിൽ അതും കുത്തുബിയത്തോടു കൂടി തുടങ്ങണമെന്നാ ഉസ്താദ്മാർ പഠിപ്പിക്കുന്നത്. എന്നാ എന്താ കൂട്ടരെ കുത്തുബിയത്ത്? നമ്മളെ സമുദായത്തിലെ ഉമ്മത്തിലെ ഉമ്മമാരും ഉപ്പമാരും എന്താ വിചാരിച്ചിരിക്കണമെന്നറിയോ? ഈ കുത്തുബിയത്ത് എന്ന് പറയുന്ന സാധനം അള്ളാന്റെ റസൂല് ആ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ സമുദായത്തിന് നൽകിയ ഒരു പോരിശയാക്കപ്പെട്ട സാധനം എന്നാ. ഈ ഖുതുബിയത്ത് ഉണ്ടാകുന്നത് എവിടുന്നാന്നറിയോ? ഇവിടുന്ന് അങ്ങണ്ട് എണ്ണയാണെന്നുണ്ടെങ്കിൽ 400 വർഷം, 400-ാം വാർഷിക കഴിഞ്ഞത്. ഇവിടുന്ന് അങ്ങണ്ട് എണ്ണയാണെങ്കിൽ ആ 400-ാം വാർഷികം ഈ അവസാന കാലഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തത് ആരാന്നറിയോ? അശ്ശൈഖ് VS അച്യുതാനന്ദൻ. നല്ല പോരിശാക്കപ്പെട്ട തങ്ങളാ അത് ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ 400-ാം വർഷം.
അപ്പൊ തന്നെ മനസ്സിലാക്കുക സാധനത്തിന്റെ പിന്നെ ഗുണത്ര ഉണ്ട് എന്നുള്ളത്. കേരളത്തിൽ അറിയപ്പെടുന്ന നിരീശ്വരവാദിയായ ഒരു സഖാവ അതിന്റെ 400-ാം വാർഷിക ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾക്കറിയോ, ഈ മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാ തങ്ങളുടെ പേരിൽ ഈ എഴുതിയുണ്ടാക്കിയ സദഖത്തുല്ലാ അൽ കാഹിലി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പിശാചിന്റെ പ്രേരണയാൽ എഴുതി കൂട്ടിയ കുറെ പിച്ചും പെയ്യോ അത് ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരൊറ്റ വട്ടം ഖുതുബിയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഓൻ ആ നിമിഷം കാഫറ. വെറുതെ പറയല്ല, അത് വെറുതെ ഒരു ആരോപണം പറയല്ല. എന്താ ഖുതുബിയത്ത് ചൊല്ലിയിട്ട് ഇറച്ചും പൊറാട്ടയും കിട്ടണ്ടേ ഞമ്മക്ക് എന്താ കഴിക്കുവോ? നെയ്ച്ചോറും കോയിറച്ചും ഞമ്മക്ക് കേടൊന്നുമില്ലല്ലോ. എന്താ നമ്മളത് വേണ്ടെന്ന് പറഞ്ഞെന്നറിയോ? അത് നരകത്തിലെ ഭക്ഷണം, നരകത്തെ തീക്കട്ടയാണ് ഈ ഉസ്താദുമാരും അത് ചെല്ലുന്ന ആൾക്കാരും തിന്നുന്നത്. ഈ ഖുതുബിയത്ത് ചെല്ലണമെങ്കിൽ ഇതാ അതിന്റെ അബ്ദുസ്സമദ് ഫൈസി എന്ന് പറഞ്ഞ ഒരു 1-ാം തരം സമസ്തക്കാർ ഉസ്താദ് എഴുതിയതാ. അദ്ദേഹം ഇത് എഴുതുമ്പോ എന്താ അതിന്റെ നിബന്ധന എഴുതിയതെന്നറിയോ? ഒരാൾ ഖുതുബിയത്ത് ചെല്ലണം എന്നുണ്ടെങ്കിൽ അയാൾ പാലിക്കേണ്ട ചില ഷർത്തുണ്ട്, അതിന്റെ നിബന്ധന ഉണ്ട്. എന്താ? വെറുതെ കുത്തിയിരുന്നിട്ട് ഖുതുബിയത്ത് എല്ലാം പറ്റൂല. പരിശുദ്ധ ഖുർആൻ ഓതണെങ്കിലോ വെറുതെ ഇരുന്നിട്ട് ഖുർആൻ ഓതാ. ഖുർആനെ പോലെ അല്ലല്ലോ ഇത് അതിനേക്കാളും വലിയ മെച്ചപ്പെട്ട സാധന. അപ്പൊ ഇത് ചെല്ലണം എന്നുണ്ടെങ്കിൽ ആദ്യം കുളിക്കണം. സത്യത്തിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാല് 50 പുഴയിൽ പോയി കുളിച്ചാൽ ആ ക്ഷീണം മാറൂല. അത്ര വൃത്തികേട് അതിലുള്ളത്, വൃത്തികേട് മാത്രം. മുഴുവനും വിശദീകരിക്കാൻ സമയമില്ല, 1-2 സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ പറയാം. ഇത് ചെല്ലണമെങ്കിൽ ആദ്യം കുളിക്കണം, അവൻ ഒളു ചെയ്യണം, അവന് നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം ഉപയോഗിക്കണം, എന്നിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ട് 12 റക്അത്ത് നമസ്കരിക്കണം. ആരാ മുസ്ലിമേ ഇങ്ങനെ ഒരു നിസ്കാരം പഠിപ്പിച്ചത്? അള്ളാന്റെ റസൂല് പല തരത്തിലുള്ള സുന്നത്ത് നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിനൊന്നും ഒരു പ്രാധാന്യം ഉസ്താദുമാർ കൊടുക്കൂല. ഈ മുസ്ലിയാക്കന്മാരെ കൂടെ 10-20 വർഷം ജീവിച്ച ആളാ. ഈ സമസ്തയിൽ എല്ലാ ഫിത്തനയിലും അവരോട് കൂടെ ഉണ്ടായിരുന്ന ആളാ. അതുകൊണ്ടാ പറഞ്ഞത്, ഒരിക്കലും അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു സുന്നത്ത് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. അള്ളാന്റെ റസൂലിനോട് ധിക്കാരം കാണിക്കാൻ ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ബിദ്അത്തുകളെ ഇവരിങ്ങനെ വിളിച്ചു പറയും. അറിയാലോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം മേറാജിന്റെ നോമ്പ് അല്ലേ, എന്തായിരുന്നു ആഘോഷം? വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലൊക്കെ, ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ ഉസ്താദുമാർ നടത്തിയ ആഘോഷം എത്രയെന്ന് അറിയോ നിങ്ങള് മേറാജിന്റെ നോമ്പിനെ പറ്റിയിട്ട്? എന്നാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാ. അയ്യാമുൽ ബിഅദ് എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കുക അള്ളാന്റെ റസൂല് കൽപ്പിച്ചതാ. ഏതെങ്കിലും ഒരു മുസ്ലിയാര് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ആ സുന്നത്തിനെ പറ്റി പ്രചരിപ്പിച്ചോ? പ്രചരിപ്പിക്കൂല. എന്താ കാരണം എന്നറിയോ? അത് പ്രചരിപ്പിച്ച ഒരു റസൂലുള്ളാഹിന്റെ അനുയായിയാവും. റസൂലുള്ളാഹിനെ ധിക്കരിക്കണമെങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിക്കാത്തത് തന്നെ പ്രചരിപ്പിക്കണം. മിറാജിന്റെ നോമ്പ് ഒരു ദുർബലമായ ഹദീസ് കൊണ്ടെങ്കിലും അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുമോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി, 4 മദ്ഹബിലെ പ്രധാനികളായ പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞ എന്താണെന്നറിയോ? പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഹദീസുകളാണ്, ദുർബലമായ ഹദീസുകൾ. എന്നിട്ട് അതാ പ്രചരിപ്പിക്കുന്നത്. മിറാജിന്റെ നോമ്പെടുത്ത അതിന്റെ പോരിഷ ആരത് പഠിപ്പിച്ചത്? ഈ ഖുതുബിയത്ത് ചെല്ലണമെങ്കിൽ കുളിക്കണം, ഒളു എടുക്കണം, ഖിബിലയിലേക്ക് തിരിയണം, 12 റക്അത്ത് നമസ്കരിക്കണം, അവന്റെ ഹൃദയത്തിലെ സകലമാന വിചാരങ്ങളെയും മാറ്റി നിർത്തണം. എന്നിട്ടോ യാ ശൈഖ് മുഹ്യിദ്ദീൻ എന്ന ഒരൊറ്റ ചിന്തയല്ലാതെ അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയും വരാൻ പാടില്ല. ശരിയായിട്ട് അള്ളാനെ തന്നെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്തണം. വെറുതെ പറയല്ല. എന്നിട്ട് ഇത് എവിടെങ്കിലും ഇരുന്ന് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. വല്ല കാട്ടിലോ പൊന്തയിലോ മലയിലോ പാറമേ പോയിരിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കണം. ഇത് എഴുതിണ്ടാക്കിയ സദഖത്തുള്ള കായിരിനെ പോലും ഇവര് തള്ളി പുറത്താക്കി. പോവാ കാക്ക അവിടുന്ന് പറഞ്ഞു. ഇത് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇറച്ചും പത്തിരും കോയും വേണം. ഞങ്ങളൊരു 100-500 ആൾക്കാർ ഒരുമിച്ച് ഇരിക്കും, എന്നിട്ട് തന്നെ ചൊല്ലും. എന്നിട്ട് പറഞ്ഞ് സോറി നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകണ്ട, ചെല്ലുമ്പോൾ ഞങ്ങൾ ലേറ്റ് കണ്ട് കെടുത്തിക്കോളാം. ലേറ്റ് കെടുത്തി എന്തായി? ഞാൻ ഒറ്റക്കായി, മറ്റോനും ഒറ്റക്കായി. ലേറ്റ് കെടുത്തുന്നതിന് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഇങ്ങനെ മൊയ്തീൻ ശൈഖിനെ പറ്റിക്കുക. എങ്ങനെ? ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലണം എന്നുള്ളതിന് ഇവര് കണ്ടെത്തിയൊരു മാർഗ്ഗം കൂട്ടായിട്ട് ഇരിക്കുക, എന്നിട്ട് ലേറ്റ് എടുത്താണ്. രണ്ടാമത് ലേറ്റ് എടുക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞത് മുള്ളൂർക്കര സക്കാഫിയ. മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി എന്താ പറഞ്ഞെന്നറിയോ? ഈ ഖുതുബിയത്ത് ചെല്ലുമ്പോൾ ലേറ്റ് എടുക്കുന്ന കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? മുഹ്യിദ്ദീൻ ഷേഖിന്റെ പേരിൽ നമ്മുടെ ഉസ്താദിന്റെ വയനാട്ടിൽ ഒരു കേസുണ്ട്. അവിടുത്തെ കോടതി മൊയ്തീൻ ഷേഖിനെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേസ്
എന്താ? വയനാട് ഒരു പ്രദേശത്ത് മുസ്ലിം സഹോദരന്മാരും അവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കളും കൂടി ഒരു അതിര് പ്രശ്നം. അയൽവാസികൾ തമ്മിൽ ഒരു ഭാഗം മുസ്ലിമാണ്. എങ്ങനെ മുസ്ലിം? ഇസ്മുൽ മുസ്ലിം ബസ്. അത് മറ്റേതോ അവന്റെ പേര് മറ്റേതാണെന്ന് മാത്രം. രണ്ടും ഒരേ സാധനങ്ങൾ തന്നെ, ആദർശം രണ്ടും ഒന്നെ. ഒന്ന് രാമനും ഒന്ന് മുഹമ്മദും ആയിന്ന് മാത്രം. ഒരു തമ്മിലൊരു അതിര് പ്രശ്നം ഉണ്ടായി. അതിര് പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പുറത്തുള്ള രാമന്റെ ആൾക്കാർ വന്നിട്ട് പിന്നെ ആയുധങ്ങൾ ഏറ്റുകൊണ്ട് വന്നപ്പോൾ ഇപ്പുറത്ത് നിൽക്കണ നമ്മളെ മുഹമ്മദിന്റെ ആൾക്കാർ എന്താ ചെയ്തതെന്നറിയോ? യോ ഷെയ്ഖ് മുഹ്യിദ്ദീൻ, ഞങ്ങളെ കാക്കണേ എന്നാണ് പറഞ്ഞു. ഉടനെ തന്നെ മൊയ്തീൻ ഷെയ്ഖ് പച്ച കുതിരപ്പുറത്ത് ഇങ്ങനെ ഇപ്പൊ കുട്ടികൾ യമഹമ്മ വരണമാതിരി ഒരു പച്ച പുതപ്പൊക്കെ തോളിട്ട് കണ്ട് മൊയ്തീൻ ഷെയ്ഖ് ഉണ്ട് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ വേണ്ട വെട്ടിയാണ്ട് കൊന്നു. 3 എണ്ണത്തിനെ കൊന്നുന്നാ. ഇത് കേസ് കോടതിയിലെത്തി. അപ്പൊ നല്ല ബുദ്ധിയുള്ള ഒരു വക്കീലാണ് ഈ കഥ പറഞ്ഞു കൊടുത്ത്, എന്ത് നിങ്ങൾ വെട്ടിയെന്ന് പറയണ്ട, നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് മൊയ്തീൻ ഷെയ്ഖ് വന്ന് വെട്ടി, അതിന് സാക്ഷിനൊക്കെ കൊടുന്നേരാ, നിങ്ങൾ ഇങ്ങനെ മാത്രം കോടതി പറഞ്ഞാൽ മതി. സാക്ഷിയായിട്ട് ഒരു കാളി ചേച്ചിയെ കൊടുത്തിട്ട് ചേച്ചിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്ത് വക്കീൽ, നിങ്ങൾ ഇങ്ങനെ കോടതി പറയണം. ഇവർ മൊയ്തീൻ ഷെയ്ഖ് എന്ന് വിളിക്കണ കേട്ട് ഒരു പച്ച കുതിരപ്പുറത്ത് ഒരാൾ വന്ന്, അത് മൊയ്തീൻ ഷെയ്ഖ് ആണെന്നൊന്നും എനിക്കറിയില്ല, ഇവർ വിളിച്ച് അയാൾ വന്ന് വെട്ടിപ്പോയി. ഇവരാരും ഒരു വെട്ടുറ്റങ്ങൾ വെട്ടിയിട്ടില്ല. അങ്ങനെ കോടതി വിധിച്ച് ഈ മൊയ്തീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ ആളെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ കുത്തുബിയത്തിന്റെ സദസ്സിൽ മൊയ്തീൻ ഷെയ്ഖ് ഹാജരായാൽ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് ലേറ്റ് എടുത്തിരുന്ന. അങ്ങനെ ഈ ഖുതുബിയത്തിന്റെ ഈ നിബന്ധനകളോട് കൂടി ചെല്ലണ ഈ ഖുതുബിയത്തിന്റെ ഒന്നാമത്തെ ഒരു വരി ബർക്കത്തിന് അവർക്ക് മനസ്സിലാവും, മൗലവിമാർക്ക് ഉസ്താദുമാർക്ക് അറിയാലോ. അതുകൊണ്ട് അതിന്റെ ഒന്നാമത്തെ ഇതിന്റെ തുടക്കത്തില് ഇതിന്റെ ഇടയിൽ കുറെ ഫാത്തിഹ പാർസലുണ്ട് കേട്ടോ. ഫാത്തിഹ പാർസലുകൾ ആർക്കാന്നറിയാം നിങ്ങൾക്ക്? നിങ്ങളൊന്നും ഒരു 10 കൊല്ലം ഇരുന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ പറയാൻ പറ്റണില്ല. ഞാൻ അത് കുറെ പഠിച്ചു നോക്കിയാ ചങ്ങതിന്റെ പേരൊന്ന് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, ഇയാൾ വല്ല അഫ്ഗാനിയാണോ ഉസ്താദ് എന്ന്. കാരണം ഇത് പഷ്തു ഭാഷ. ഒരാളെ പേര് എന്നിട്ട് അയാളെ പേരിൽ ഫാത്തിഹ. ആരാ ഈ സാധനം? ഇത് സത്യത്തിൽ എന്താ അറിയോ, ഇത് ഞങ്ങൾ മൊയ്ലാമാർ ഈ കൗമിനെ പറ്റിക്കണ്ട. ഞാൻ ഒരു ഇത് പറഞ്ഞു വരുമ്പോൾ ഒറ്റ ഉദാഹരണം പറയാം, സമയം അധികമില്ല. നമ്മളൊക്കെ ചെല്ലണ ഒരു മൗലൂദിൽ ഒരു 2 വരിയുണ്ട്. എന്താ അറിയോ? അല്ലാ അല്ലാ മാഷാ അല്ലാ. ഞാൻ എൻ്റെ 2ാമത്തെ വരി എന്താ ചെല്ലാന്നറിയോ? സാധാരണ നമ്മളെ കൗമ് എന്താ ഇല്ല, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഇത് കേൾക്കുമ്പോ ഞങ്ങള് മുഖം പൊത്തി ചിരിക്കലാ ഈ കൗമുദ് ചെല്ലുമ്പോ. എന്താ സംഗതി? യാക്കൂബത്ത ഇല്ലാ ബില്ലാ നട്ടി. അതിന്റെ ഒരു ജവാബ് അങ്ങനെ ഉണ്ടോ? എന്താ അതിന്റെ അർത്ഥം? ഒരു ചുക്കില്ല അതിന്റെ അർത്ഥം. എന്താ സംഗതി എന്നറിയോ? അല്ലാ അല്ലാ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാന്റെ കൂവത്തല്ലാതെ ഒരു കൂവത്തില്ല എന്ന് പറയുന്ന അതാണ് യാക്കൂബാത്ത എന്നായത്. എൻ്റെ കൗമിനെ അറിയില്ല എന്താ ചെല്ലണെന്ന്. ഒരു പണ്ട് മറ്റേ ഇവരെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ജാഥ പോകുമ്പോൾ മുമ്പിലുള്ള ആളെ വിളിച്ചപ്പോൾ ബാക്കിലത്തെ ആൾക്ക് വിളിക്കാൻ കിട്ടുന്നില്ല. അപ്പം മറ്റോള് പറഞ്ഞല്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സിന്ദാബാദ്. കാരണം എന്താ മൂപ്പര് പറഞ്ഞതെന്ന് ഇയാൾക്ക് മനസ്സിലാവില്ല. എന്നമാതിരി ഈ കൗമ് കേട്ടത് എങ്ങനെയാണ്? യാക്കൂബത്താന്ന. അങ്ങനെ യാക്കൂബത്തായത്. നിങ്ങൾ ഏതൊരു വല്ലിപ്പാനും വിളിച്ച് ചോദിച്ചു നോക്കാണ് ഈ ജവാബ് എന്താന്ന്? യാക്കൂബത്താന്നേ പറയുള്ളൂ. ലാ കൂവത്താന്ന് പറയാൻ അറിയില്ല. എന്താതൊന്നും അറിയില്ല. അത് വേറെ വിഷയം. അതിന്റെ ഈ ഖുതുബിയത്തിന്റെ 1ാമത്തെ വരി എന്താണെന്നറിയോ? ഇതിന്റെ അപകടം. ആ 1ാമത്തെ വരി ചെല്ലിയ കാഫറാവെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ കേട്ടോളി. യാ കുത്തുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ. അതിന്റെ 2ാമത്തെ ഒരു വരി ഉണ്ട്, ഞാൻ ചെല്ലണില്ല. ബേജാറുണ്ടാ? എന്താണെന്നറിയോ? ആകാശഭൂമിയിൽ വസിക്കുന്ന സർവ്വമാന മനുഷ്യർക്കും സർവ്വമാന ജീവികൾക്കും ആവശ്യത്തിനുള്ള മഴ വർഷിപ്പിക്കുന്ന, ഇവിടെയുള്ള പുഴകളും നദികളും ഒക്കെ ഒഴുക്കിത്തരുന്ന മഹാനവറുകളെ എന്ന് 2 കരം ഉയർത്തിയിട്ട് വിളിക്കുക. ഇവിടെ ആരാ മഴ തരുന്നത്? മൊയ്തീൻ ഷെയ്ഖ? ഇവിടുത്തെ നദികളും പുഴകളും ഒഴുക്കുന്നത് മൊയ്തീൻ ഷെയ്ഖ അല്ല, അള്ളല്ലേ. ആ അള്ളാനാണ് മാറ്റി നിർത്തിയിട്ട് പറയാ. അങ്ങനെ തന്നെ അബ്ദുൽ സമദ് ഫൈസി എഴുതിയ മലയാളത്തിലുണ്ട്. ഞാൻ വായിച്ചുതരാം പൂതിക്ക് വേണ്ടിയിട്ട്. ആകാശഭൂമി നിവാസികളുടെ കുത്തുബും കേന്ദ്ര ബിന്ദുവും കൗസുവുമായവരെ, വാനലോകത്തും ഭൂമിയിലകത്തുള്ളവർക്കും ഉപകരിക്കുന്ന നദിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനവറുകളെ. ഇത് ചെല്ലുക, മുസ്ലിമാകുക, മുഅ്മിനാകുക, കാഫിറാകുക, നിങ്ങൾ ഏതൊരാളോട് ചോദിച്ചോളി.
ഒരു ഹരിജന സുഹൃത്തിനോട് ചോദിച്ചോളി, അല്ല കുട്ടി ആരാ മഴ തരണെന്ന് ചോദിച്ചാൽ അത് പടച്ച തമ്പുരാനാണെന്ന് പറയൂലേ. പരിശുദ്ധ ഖുർആനിൽ എത്ര സന്ദർഭത്തിലാണ് മഴയെ കുറിച്ച് പറഞ്ഞത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ. അങ്ങനെ എത്ര ആയത്ത്. ആ ആയത്തൊന്നും ഉസ്താദ്മാർക്ക് വേണ്ട. കുത്തുബിയത്ത് ചെല്ലണോൻ അള്ളാനാണ്ട് ഒഴിവാക്കി, അല്ലാണ്ട് കുത്തുബിയത്ത് എല്ലാം പറ്റൂല. ഇനി ഇത് മൊയ്തീൻ ഷേഖിന്റെ പേരിലുള്ള അദ്ദേഹത്തിന്റെ മദ്ഹ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ല. അദ്ദേഹത്തെ പരമാവധി തരം താഴ്ത്തിയിട്ട് അതിൽ എഴുതിയിട്ടുള്ളത്, വളരെ മോശക്കാരനാക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ പറഞ്ഞ മൊയ്തീനും യഥാർത്ഥ മുഹ്യിദ്ദീൻ ഷേഖും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന യഥാർത്ഥ മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി തങ്ങൾ അദ്ദേഹം എന്താ പഠിപ്പിച്ചതെന്നറിയോ? അദ്ദേഹം എല്ലാ സദസ്സിലും അദ്ദേഹം പഠിപ്പിച്ചെന്തെന്നറിയോ? മക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? ഇജ്അൽ ഖൽബക മസ്ജിദ, നിങ്ങളെ ഹൃദയത്തെ നിങ്ങൾ പള്ളിയാക്കണം. ഈ ഹൃദയം ഉണ്ടല്ലോ, അതൊരു പള്ളിയാക്കണം. എന്നിട്ടോ കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂറത്ത് ജിന്നിലെ ഒരു ആയത്ത് ഓതി പഠിപ്പിക്കുകയാണ്. വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഇത് മുഹ്യിദ്ദീൻ ഷേഖ് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ കിതാബിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ കിതാബ് ഒരൊറ്റ പള്ളി ദർസിൽ മൗലവിമാർ പഠിപ്പിക്കൂല, വല്ലാഹി പഠിപ്പിക്കൂല. ഒരു പഠിപ്പിക്കണ സാധനം ഇമ്മാതിരി ചവറ. മൊയ്തീൻ ഷേഖ് എന്താ പറഞ്ഞത്? മോനെ, അന്റെ ഹൃദയം നീ ഒരു പള്ളിയാക്കിക്കോ. ഇജ്അൽ ഖൽബക മസ്ജിദ, അന്റെ ഹൃദയത്തെ പള്ളിയാക്കിക്കോ. എന്നിട്ടോ കമാ ഖാല തആല, അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? വ അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭവനമാണ്, അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, അതുകൊണ്ട് നീ വിളിക്കല്ല, മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ, അഹദാ, ഒരാളി നീ വിളിക്കല്ലേ. ഈ പള്ളിയായ ഹൃദയത്തിൽ നിന്ന് അല്ലാ എന്ന ഒരു വിളിയല്ലാതെ അള്ളാന്റെ കൂടെ നീ ഒരു ശൈലിയും വിളിക്കല്ലേ. അങ്ങനെ പഠിപ്പിച്ച യഥാർത്ഥ മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി തങ്ങൾ പൂതിക്കെങ്കിലും എവിടെങ്കിലും ഒരു വരി, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ച് തേടിക്കോളിന്ന് പറഞ്ഞത് ഒരൊറ്റ ഉസ്താദുമാർക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം നിങ്ങൾ വിളിക്കരുതെന്ന് പഠിപ്പിച്ച ആളാ മൊയ്തീൻ ഷേഖ്. അങ്ങനത്തെ മൊയ്തീൻ ഷേഖിനാണ്ട് തള്ളിയിട്ട് ആണ്ട് മാറിക്കും കാക്ക, ഞങ്ങൾ 1000 വട്ടം വിളിക്കും, നിങ്ങൾ എന്താ കാട്ടുകയെന്നാ അല്ലേ? 12 റക്അത്ത് നമസ്കാരത്തിന് ശേഷം പിന്നെ അവൻ വിളിക്കട്ടെ, എന്ത്? യാ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എത്ര വട്ടം? 1000 വട്ടം, 1000 വട്ടം വിളിക്കട്ടെ എന്നാ. എന്നാലോ ഇന്ന് മൊയ്തീൻ ഷേഖ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, മുസ്ലിമിന്റെ വിശ്വാസം എന്ത്? മൊയ്തീൻ ഷേഖിന് 1000 വട്ടം വിളിച്ചാൽ മൊയ്തീൻ ഷേഖ് ഉത്തരം ചെയ്യും, ജവാബ് തരുന്നു. മൊയ്തീൻ ഷേഖ് തന്നെ പറഞ്ഞ പറ്റൂല, തരൂല, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാന്ന് നമ്മള് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാരോട് ചോദിക്കലുണ്ടല്ലോ. അല്ല, ക്രൈസ്തവ സുഹൃത്തുക്കളെ, ക്രൈസ്തവ മിഷനറിമാരെ, നിങ്ങളുടെ കൈകളിലുള്ള ഏതെങ്കിലും ഒരു ബൈബിൾ കിതാബിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്രൈസ്തവ കിതാബിൽ യേശു ഞാനാണ് ദൈവമെന്നും നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടതുമെന്ന ഒരു വരി നിങ്ങൾക്ക് നിങ്ങളുടെ കിതാബുകളിൽ നിന്ന് കാണിച്ചു തരാൻ സാധിക്കോ? ഇല്ല, യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും പിതാവായ കർത്താവിനെ നിങ്ങൾ വിളിച്ചു തേടണമെന്നാ യേശു അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. യേശു ഞാനാണ് ദൈവം എന്ന് പറഞ്ഞിട്ടില്ല. ഞാനാണ് ദൈവം, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ അരവരി ഏതെങ്കിലും ക്രൈസ്തവ സഹോദരന്മാർ കിതാബിൽ നിന്ന് കാണിച്ചു തന്ന അപ്പൊ അവരൊപ്പം കൂടിയിട്ട് നമുക്ക് നോക്കാം ബാക്കി കാര്യം എന്നാ പറഞ്ഞത്. വെല്ലുവിളിച്ചതാ. എന്ന മാതിരി സമസ്തയിലെ സർവമാന ഉസ്താദുമാരോടും പറയാ, നിങ്ങൾ മുഹ്യിദ്ദീൻ ഷേഖിന്റെ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ടെഴുതിയ ഒരു കിതാബിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുമ്പോ, ഒരു വിഷമമുണ്ടാകുമ്പോ എന്നെ നിങ്ങൾ 1000 വട്ടം വിളിച്ചോ എന്ന ഒരു വരി നിങ്ങൾ കാണിച്ചു തന്ന നമ്മുടെ സ്വന്തം ചെലവിൽ കുത്തുബിയത്ത് നടത്തി തരാം. വെറുതെ പറയല്ല. മൊയ്തീൻ ഷേഖ് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ അത് കാണിക്കാനും പറ്റൂല. പിന്നെ ആരുണ്ടാക്കിയത്? കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടെ മുഹമ്മദ് ഖാസി എഴുതി ഉണ്ടാക്കിയതാ ഈ പിച്ചിം പെയ്മും. ഈ സാധനം ഈ കുത്തുബിയത്ത് എഴുതുണ്ടാക്കിയതാരാ? ഇവിടെ ഞങ്ങൾ 400 വർഷം മുമ്പ് സദഖത്തുൽ കാഹിലി എന്ന് പറയുന്ന കെ അബൂബക്കർ മുസ്ലിയാരുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഒരു കുതിരപ്പട്ടാണ് എഴുതിണ്ടാക്കിയതാ.
ആരെ പ്രേരണയാൽ? ശൈത്താന്റെ പ്രേരണയാൽ. അതും ഞാൻ വെറുതെ പറയല്ല, ശൈത്താൻ അത് എഴുതിണ്ടാക്കിയെന്ന് വെറുതെ പറയല്ല. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ കിതാബ് ഇവിടെ എൻ്റെ എഴുതിയിരിക്കുന്നുണ്ട്. പൊന്മുള അബ്ദുൽ ഖാദർ ഉസ്താദ് എഴുതിയ കിതാബിൻ്റെ എഴുതിയിരിക്കുന്നുണ്ട്. ഇതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്താ പറഞ്ഞെന്നറിയോ? മൊയ്ലിയമാര് ആൾക്കാരെ പഴപ്പിക്കുന്നതിന് ഒരു അതിര് വേണ്ടേ? ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് പറയാ. ഇത് മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ പോസ്റ്ററുകളും നോട്ടീസുകളും ചീന്തി നടക്കുന്ന എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളത് ചീന്താങ്ങളെ പ്രേരിപ്പിച്ചത്? അള്ളാന്റെ അടുത്ത് കൂലിയിട്ടു വിചാരിച്ചിട്ടല്ലേ എന്ന് നിങ്ങൾ ഉസ്താദുമാർ എഴുതിയതൊന്ന് കേട്ടോ. അള്ളാഹു അവനോട് ദുആ ചെയ്യാൻ അനുമതി നൽകുകയും അവന്റെ കിതാബിൽ തന്നെ സൃഷ്ടികൾക്ക് ആവശ്യമായ ദുആ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം തന്നെ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ദുആയിൽ നിന്ന് തെറ്റൽ അനുയോജ്യമല്ല. എന്നാൽ നിശ്ചയമായും പിശാച് ഈ സ്ഥാനത്ത് നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെ ചീത്തയായ ഒരു ജനത അവർക്ക് വേണ്ടി ചില ദുആകളെ മെനഞ്ഞുണ്ടാക്കി കൊടുത്തു. അവർ അത് ജോലിയാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുവാദം കൈവിട്ടുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇതിലും ശക്തമായ ഒരു അവസ്ഥയുണ്ട്. അവർ ദുആകളെ അമ്പിയാക്കളിലേക്കും സജ്ജനങ്ങളിലേക്കും ചേർത്തി പറയലാണ്. എന്താണ്? ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്ന സകല പ്രാർത്ഥനയും അള്ളാന്റെ ഖുർആനിലുണ്ട്. ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട സകല പ്രാർത്ഥനയും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു കുത്തുബിയത്തിന്റെ ആവശ്യമില്ല. ഈ സാധനം പിശാച് എഴുതിണ്ടാക്കിയതാണ്. അതുകൊണ്ടാ പറഞ്ഞത്, വെറുതെ പറയല്ല. ഇതില് മൊയ്തീൻ ഷേഖിനെ പറ്റി പറഞ്ഞ ഒരു കഥ ഉണ്ട്. എന്തെന്നറിയോ? നമ്മൾ നല്ല നെയ്ച്ചോറും നല്ല കോഴിയിറച്ചും പോകുമ്പോൾ അവർക്കുള്ള ചായൻ്റെ പൈസയും കൊടുത്ത് പറഞ്ഞേക്കണ ആൾക്കാർ പറയണ കഥ എന്താണെന്നറിയോ നിങ്ങൾ? ഈ മൊഹീദ്ദീൻ ഷേഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ അലവലാദിയ. ഇവര് പറയാട്ടോ, വളരെ ശ്രദ്ധിക്കണം, വാക്ക് തെറ്റിദ്ധരിക്കരുത്. അതായത് ഭയങ്കര അഹങ്കാരിയും ധിക്കാരിയുമായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സദസ്സിൽ ആര് വന്നാലും മൂപ്പരെ കാലിന്റെ ചോട്ട് തല കൊണ്ട് വെച്ച് കൊടുക്കണമല്ലോ. എന്നിട്ട് മൂപ്പര് കാലേറ്റ് ഇയാളെ പെരടിമ ചവിട്ടണം. അത് മൂപ്പർക്ക് വലിയ പെരുത്ത് സന്തോഷമുള്ള സംഗതിയാണ്. അങ്ങനെ ഈ സ്വഭാവം ഒരാൾക്ക് പിടിച്ചില്ല. മൂപ്പരെ കൂടുതലുള്ള ഒരാൾക്ക് പിടിച്ചില്ല. മൂപ്പർ അങ്ങനെ തല കൊണ്ട് വെച്ചു കൊടുത്തില്ല. അദ്ദേഹം തല കൊണ്ട് വെച്ചു കൊടുത്തില്ല. അപ്പൊ എന്താക്കി? ആ തല കൊണ്ട് വെച്ചു കൊടുക്കാത്ത ആളെ ഇയാൾ അങ്ങ് ശപിച്ച് കാണിച്ചു തരാന്ന്. അങ്ങനെ ഇദ്ദേഹം ഈ തല വെച്ചു കൊടുക്കാത്ത ആളും അദ്ദേഹത്തിന്റെ കുറെ മുരീദന്മാരും കൂടി ഹജ്ജിന് വേണ്ടി യാത്ര പോവാ. 100 മുരീദന്മാരായിട്ട് ഈ തല ചായച്ചു കൊടുക്കാത്ത ആൾ കേട്ടോ. മൂപ്പര് പറഞ്ഞു, ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല, ഒരാളെ കാലിൻ്റെ തൊട്ട് തല കൊണ്ട് വെച്ചു കൊടുക്കാൻ പാടില്ല, അള്ളാന്റെ മുമ്പിലുണ്ടായി ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആളെ മൊയ്തീൻ ഷേഖ് പാഠം പഠിപ്പിച്ചു എന്ന് അതിൽ പറഞ്ഞത്. എങ്ങനെ പാഠം പഠിപ്പിച്ചു? ഈ തല വെച്ചു കൊടുക്കാത്ത ആളും അദ്ദേഹത്തിന്റെ ഒരു 100-200 മുരീദും കൂടി ഹജ്ജിന് വേണ്ടി പോവാ. അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുന്നു. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു പെണ്ണിനെ കണ്ടാൽ തന്നെ എന്താ നിയമം? എന്താ ഇസ്ലാമിന്റെ ഹുക്മ്? അവന്റെ കണ്ണ് താത്തണം എന്നല്ലേ? ഒരു ഔലിയ പിന്നെ ഇങ്ങനെ നോക്കുകൊണ്ട് മൂപ്പര് നോക്കിയിട്ട് ആ കണ്ണുണ്ട് എടുക്കാൻ പറ്റണില്ല. ആ പെണ്ണിൽ വല്ലാതെ ആകൃഷ്ടനായി. എന്നിട്ട് മൂപ്പര് ആ പെണ്ണിന്റെ അടുത്തേക്ക് ചെന്ന് പെണ്ണിന്റെ കൂടെ കൂടി. പെണ്ണ് പന്നിനെ വളർത്തുന്ന ആള്, അതുപോലെ തന്നെ കള്ള് കച്ചവടക്കാരി, അതിന്റെ പുറമെ ജൂതിയും, അങ്ങനെ നല്ല ഗുണമുള്ള 3 കാര്യങ്ങളുള്ള ഈ പെണ്ണിന്റെ അടുത്താണ് ഈ ഷെയ്ഖ് ചെന്നത്. അങ്ങനെ ഷെയ്ഖ് ഒരു പന്നിക്കുട്ടിനെ മൂപ്പര് കൊടുത്തപ്പോൾ മൂപ്പര് തോളിൽ വെച്ച് ഈ പെണ്ണിനേറ്റ് അങ്ങനെ കഴിഞ്ഞുവിടുക. ഇത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മുരീദന്മാരൊക്കെ പറഞ്ഞ് ഷെയ്ഖിനെന്തോ പറ്റിക്കണമെന്നുണ്ട്. ഷെയ്ഖിനെ വിട്ടുപോയി. 2 ആളൊഴികെ ഇത് ചെല്ലി തന്നിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സംഗതി ഇതിൽ ലെഫ്ലായിട്ട് ഓരോ വരിയിലുണ്ട്. ഞാൻ ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് അത് പറയണത്. എന്നിട്ട് ഈ 2 ആള് അവസാനം എന്ത് ചെയ്തെന്നറിയോ? ഇയാൾ ഈ പെണ്ണിന്റെ കൂടെ കൂടാൻ കാരണം മൊയ്തീൻ ഷേഖിന്റെ കാലിൻ്റെ തൊട്ട് തല വെച്ചു കൊടുക്കാത്തോണ്ടാ. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല, മൊയ്തീൻ ഷേഖ് തന്നെ വിചാരിക്കണം എന്നാ. അങ്ങനെ ഈ 2 ആള് മൊയ്തീൻ ഷേഖിന്റെ പിന്നെ വീട്ടിലേക്ക് ചെല്ലുക, അദ്ദേഹത്തിന്റെ മജ്ലിസിലേക്ക് ചെല്ലുക. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ നോക്കുക, എന്താ ഇപ്പം ഞമ്മക്ക് പറ്റിയൊരു ഹിദ്മത്ത് മൊയ്തീൻ ഷേഖിനെ ഒന്ന് പ്രീതിപ്പെടുത്താൻ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ മൊയ്തീൻ ഷേഖിന്റെ മജ്ലിസിൽ വരുന്ന ആൾക്കാരെ കൂടെ മറക്കിയിരിക്കുന്നൊരു സ്ഥലമുണ്ട്, അവർ വിസർജിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയിട്ട് 2 വള്ളിക്കൊട്ടെടുത്ത്, വള്ളിക്കൊട്ടെന്ന് അതിൽ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു. ഒന്നും ഞാൻ എൻ്റെ വക കൂട്ടണില്ല. വള്ളിക്കൊട്ടെടുത്തിട്ട് ഈ വിസർജിച്ച മലം മുഴുവനും ഈ കൊട്ടയെ കോരിയിട്ടോലോ.
എന്നിട്ട് ഇവർ രണ്ടാളും ഇങ്ങനെ ആണ്ടും കൊണ്ടും തലക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് വരണയിലെടുക്ക് മഴയാണ്ട് പെയ്ത് ഇങ്ങനെ ഉണ്ടാവും. വള്ളിക്കോട്ടേന്ന് ഈ സാധനം ഇങ്ങനെ മഴ ചെയ്തിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങി അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തെറിച്ചിങ്ങനെ പോകുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചാൽ ആരാ ഈ പണി ചെയ്യണത്, ഓരോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ ഒരു കൊട്ട തൽക്കാലം അവിടെ ഇറക്കി വെച്ചിങ്ങോട്ട് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ആണ്ടും കൊണ്ടും ഇങ്ങനെ ഇതാക്കിയിട്ട് പറഞ്ഞ്, നിങ്ങൾ അങ്ങനെ പിന്നെ ചവിട്ടാൻ സമ്മതിക്കാത്ത ഒരാളുണ്ടല്ലോ അബൂബക്കർ എന്ന് പറഞ്ഞൊരു ഷെയ്ഖ്, അദ്ദേഹം ഒരു ജൂത പെണ്ണിൻ്റെ ഒരു കള്ള് കച്ചവടക്കാരിയായ പെണ്ണിൻ്റെ കൂടെ കൂടിയിട്ട് കുറച്ച് ദിവസമായി, ഞങ്ങൾ അതിൻ്റെ വിഷമം പറയാൻ വന്നതാണ്, നിങ്ങളൊന്ന് ഇടങ്ങറൊന്ന് ഒഴിവാക്കി കൊടുക്കണം. അപ്പം ആരാ മൊയ്തീൻ ഷെയ്ഖ്? തൻ്റെ കാല് ആരുടെയെങ്കിലും പിരടിയിൽ ചവിട്ടാൻ സമ്മതിച്ചില്ലെങ്കിൽ ആ മനുഷ്യനെ തറപറ്റിക്കുന്നവൻ. ഈ തരത്തിൽ മൊയ്തീൻ ഷെയ്ഖിൽ ഇല്ലാത്ത ഒരു ഗുണം അദ്ദേഹത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത, അദ്ദേഹം വിനയാന്വിതനായ ഒരു പണ്ഡിതനാ, അള്ളാന്റെ വളരെ അടുത്തൊരു ഒരു പണ്ഡിതനാ. ആ പണ്ഡിതനെ വളരെ മോശമാക്കി എഴുതിയുണ്ടാക്കിയ സാധനം നമ്മളെ പെരേല് നമ്മളെ മോളെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോ വീട്ടിലേക്ക് പുതിയത് ഇരിക്കുമ്പോ മോന് ഗൾഫിലേക്ക് പോകുമ്പോ നമ്മൾ ചെല്ലി ഉണ്ടാക്കുന്ന സാധനം അത് വേണം നമുക്ക്. പരിശുദ്ധ ഖുർആൻ നമ്മളെടുത്ത് ഉണ്ടാവുമ്പോ ഈ വക ചവറാണോ മുസ്ലിമേ? ഉസ്താദുമാർക്ക് വേറെ എന്തെല്ലാം ലെവലിൽ പൈസ ഉണ്ടാക്കുക, അധ്വാനിച്ചൂടെ? അള്ളാന്റെ റസൂൽ അധ്വാനിച്ചില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധ്വാനിച്ചില്ലേ? ആരാ ഏത് പണ്ഡിതനാ അധ്വാനിക്കാതെ ജീവിച്ചത്? ഇമ്മാതിരി ആൾക്കാരെ ഈ മാതിരി ചവറ് പറഞ്ഞു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കണം. ആയതുകൊണ്ട് ഇത് ഇസ്ലാമല്ല, ഇത് ദീനല്ല, ഇത് തീനാണ്. തീന്റെ മാർഗമാണ്, ദീനല്ല. ഇങ്ങനെ അനവധി സംഗതികൾ ഇസ്ലാമിൽ ആളുകളെ കണ്ട് വെറുപ്പിക്കുക എന്നല്ല ഒരു തരത്തില്. നമ്മൾ അടുത്ത സ്ഥലമാണല്ലോ വളവന്നൂര്, അല്ലേ? ഇവിടെ അടുത്തല്ലേ വളവന്നൂര്? നിങ്ങളെ വളവന്നൂര് 2 ജാറം കൊത്തിപ്പൊളിച്ചല്ലോ. നിങ്ങളെ നാട്ടില് 2 ജാറം. എന്താ ജാറം? 1.5 പതിറ്റാണ്ട് കാലം അത്ഭുതങ്ങളുടെയും ബർക്കത്തിന്റെയും കറാമത്തിന്റെയും കുത്തൊഴുക്കായിരുന്നു ആ ജാറത്തു നിന്നുണ്ടായിരുന്നത്. എന്താ ജാറത്തിലെ പ്രധാനപ്പെട്ട ഒരു കറാമത്ത് എന്നറിയോ? ഗൾഫിലേക്ക് പോകാൻ എല്ലാ സൗകര്യമുണ്ട്, സാമ്പത്തികമായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഉണ്ട്, ഓന് പാസ്പോർട്ട് ഉണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ വിസ കിട്ടുന്നില്ല. അങ്ങനെ വിസ കിട്ടാത്ത ഒരു ആളുണ്ടെങ്കിൽ ഓന്റെ പാസ്പോർട്ട് ആയിട്ട് വന്നിട്ട് ഈ നമ്മളെ വളവന്നൂരുള്ള ചോമേലെ ആ കബറിന്റെ പുറത്ത് വെച്ചിട്ടൊന്നും ഇങ്ങനെ വലിച്ചാൽ ഓൻ ഏത് നാട്ടിൽ പോണിച്ചാൽ അവിടുത്തെ എമിഗ്രേഷനിൽ ഓനക്ക് വിസ പാസ്സാവുന്ന. അങ്ങനെ എത്ര ആൾക്കാർ പോയി എന്നിട്ട് ഖത്തറേക്കും ബഹ്റൈനിക്കും ഒമാൻക്കും ഒക്കെ. അങ്ങനെ പോയി കുറെ കാലത്ത് കഴിഞ്ഞ് അയൽവാസിയായ ഒരാള്, ആ കബറിന്റെ തൊട്ട് അയൽവാസിയായ ഒരാള്, മൂപ്പർക്ക് ഒരു സംശയം ഒരു ദിവസം, അല്ല ഇമ്മാതിരി കറാമത്ത് കാണിക്കുന്ന ഈ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളാരാ? അപ്പൊ അയാൾ ആ സംശയം വേഗം പള്ളിക്കത്ത് നമ്മളെ വളവന്നൂർ വലിയ പള്ളിയിലെ ഖത്തീബിനോട് ചെന്ന് ചോദിച്ചു. ഖത്തീബിനോട് ചോദിച്ചു, അല്ല ഉസ്താദേ, നമ്മൾ ആ ചോമയിൽ കിടക്കുന്ന കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഷേഖന്മാർ ആരാ? അപ്പൊ ഖത്തീബ് ചോദിച്ചു, ആരാ? ഇങ്ങൾക്കും അറിയില്ലേ? എനിക്കും അറിയില്ല, ഞങ്ങളെ നാട്ടിലെ ഉസ്താദല്ലേ. നിങ്ങൾ ഉറൂസിനെ വിളിച്ചാൽ നമ്മൾ വരും, നിങ്ങൾ പറഞ്ഞ മൗലൂദി നമ്മൾ ചൊല്ലിത്തരും, നമ്മൾ ചോദിക്കും നിങ്ങളും തരും, ഞമ്മക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം. അതിനപ്പുറം കബറിന്റെ ഉള്ളിൽ ആരാന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, നിങ്ങളൊന്ന് ചോദിക്കണം ആരാ. അപ്പോ ഉസ്താദ് പറഞ്ഞു, അറിയില്ലെങ്കിൽ ചോദിക്കണല്ലോ, അറിയണല്ലോ. പിന്നെ ഉസ്താദിന് ഒരു സംശയം, ഇത് ജാറത്തുമ്മ തൊട്ടുള്ള കളിയാ, തൊപ്പി തെറിക്കണ കേസാ. മൂപ്പര് വേഗം പള്ളി കമ്മിറ്റി പ്രസിഡന്റിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും ഇവിടെ വരും, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരാളിങ്ങനെ സംശയം ചോദിക്കാൻ വന്നിട്ടുണ്ട്. ആയതുകൊണ്ട് ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? സെക്രട്ടറിയും കൂടി കൂട്ടി വന്നു. അദ്ദേഹം സെക്രട്ടറിയോട് കൂട്ടി വന്ന് ഇയാളോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നം? അല്ല, നമ്മളെ ഈ ചോമയിലുള്ള ഇവിടെ ഈ ഉറൂസൊക്കെ നടക്കുന്ന ഈ പള്ളിയിലെ ആ ജാറത്തിൽ കിടക്കുന്ന ആൾക്കാർ ആരാ നിങ്ങൾക്ക് അറിയാം? ഞാൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആണ് വെച്ചിട്ട് ഇവിടെ കിടക്കുന്ന കബർ കിടക്കുന്ന ആൾക്കാരെ മീൻ അറിയണമെന്നുണ്ടോ? ഇല്ല. നിങ്ങളൊന്ന് ചോദിക്കും. അവസാനം ഉസ്താദ് ഈ ജാറ മുതലാളിയെ വിളിച്ച്, ജാറം നടത്തുന്ന മുതലാളിനോട് വിളിച്ചിട്ട് മൂപ്പരോട് ചോദിച്ചു, അല്ല നിങ്ങൾ ആ പറമ്പിലുള്ള ജാറത്തിൽ കിടക്കുന്ന ആൾക്കാർ ആരാ? അങ്ങക്ക് അറിയില്ലേന്ന് ചോദിച്ചു. ഇല്ല. നിങ്ങൾ എവിടുന്ന പൈസ ഇവരതൊക്കെ എടുത്തത് ഉസ്താദെ? അത് അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ദഅവത്തുമായി വന്ന അള്ളാന്റെ റസൂലിന്റെ 2 സ്വഹാബികളല്ലേ? നമ്മളെ വളവന്നൂർ അള്ളാന്റെ സ്വഹാബികളുണ്ടാ? പടച്ചോനെ, എന്തേനും ഒരു പേര് അതും നിങ്ങൾക്ക് അറിയില്ലേ? ഒരാളെ പേര് കേട്ടോ, അൽ കമ്മു, മറ്റാളെ പേരും കുറവല്ല, അൽ സൂപ്പി. നിങ്ങളെ വളവന്നൂര് നടന്നതാ. ഞാൻ ആ അയൽവാസി ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളെടുത്ത് നേരിട്ട് പോയി അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് ഈ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് ജാറുമൊരാളുടെ വീട്ടിലും പോയി.
ഇത് കേട്ടപ്പോൾ ഉസ്താദാണ്ട് ചിരിച്ച്. എന്താ പെങ്ങൾ പറഞ്ഞ റസൂലുള്ളാഹിന്റെ സഹാബികൾ കമ്മും സൂപ്പിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുപാട് സഹാബികളെ കേട്ടിട്ടുണ്ട്. ഒരു കമ്മു സഹാബിനി ഒരു സൂപ്പി സഹാബിനി ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ല? എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ കമ്മും സൂപ്പിയും ഒക്കെ കണ്ട് വിട്ടാളെ. നമ്മളെ ചോമേലെ പാപ്പാരുന്നല്ല എത്രയും കാലം നമ്മൾ പറഞ്ഞത്. ആ ചോമേലെ പാപ്പാരായിട്ട് അവിടെ കിടന്നോട്ടെ. ഉസ്താദിന് പറ്റൂല. എന്തേ പറ്റായി? പറ്റൂല. അഡ്രസ് ഇല്ലാതെ ആളുകളെ ചൂഷണം ചെയ്യാൻ പറ്റൂല. ഇന്നെന്താ കൊത്തിപ്പൊളിക്കണം എന്ന് പറഞ്ഞു. ആര് പൊളിക്കും? അപ്പൊ ഉസ്താദ് അവിടെ അപ്പോ ആള് കൂടി, അവിടെ 500 ആള് കൂടി പള്ളിയിൽ. ഉസ്താദ് പറഞ്ഞു, മക്കളെ ഞങ്ങളെ ഖത്തീബാണ്, ഞാൻ തളരോളം ഞാൻ കൊത്താം, പിക്കാസിന്റെ തന്നാല് ബാക്കി നിങ്ങൾ കൊത്തുമെന്ന് ചോദിച്ചു. എന്താ സംശയം ഉസ്താദെ? നടക്കുന്ന പറഞ്ഞ് എല്ലാം കൂടി ആണ്ട് മാർച്ച് ചെയ്ത് ആണ്ട് ചെന്ന് പോയിട്ട് കബറാണ്ട് കൊത്തിയാണ്ട് പൊളിച്ച്. സുബ്ഹാനല്ലാഹ്. ആ കബറങ്ങ് കൊത്തി പൊളിച്ചപ്പോ അതിന്റെ അടിയിൽ ഒരു അടി കബർ പോലുമില്ല. ഈ ഭൂമിയിൽ വെറുതെ സിമന്റ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കല്ല്, അതിന്റെ മേലെ പച്ച പുതപ്പിട്ടിട്ട് ഒരു അടി കബറോ ഒരു മൂടുകല്ലോ അതിൻ്റെ ഉള്ളിൽ തിരയാനില്ല. ഒരു പൂച്ചക്കുട്ടിയുടെ എല്ല് പോലും അവിടെ ബാക്കിയില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ടായിരുന്നു ഉമ്മാതിരി കറാമ്പറപ്പ് ഉണ്ടാക്കിയത്. എന്ത് ഗൾഫ് ഇത്ര ആൾക്കാർ ഖത്തറേക്ക് പോയി? എവിടെ പറഞ്ഞിട്ടേ ഇമ്മാതിരി ഒരുപാട്. ഈ ഇരിക്കുന്നത് മുഴുവനും കേരളത്തിലെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളുടെ കഥ. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രങ്ങൾ സമസ്തയിൽ ഉണ്ടായിരുന്ന കാലത്ത് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയണമല്ലോ എന്ന് ചോദിച്ചാൽ അന്ന് മേടിച്ചതാ. അത് ഉമ്മാതിരി ഉപകാരപ്പെടുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. എന്തതിലിരിക്കുന്നതെന്ന് അറിയോ? ഇതിലത്തെ ഓരോ ജാറങ്ങളെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ പൊന്നാര ഉസ്താദുമാരെ നിങ്ങൾ അന്ന് അഴിച്ചൊക്കെ നിങ്ങളെ തലയിൽ കെട്ടും. ജ്യോത്സ്യന്മാര് കണക്ക് നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്ത അനേകം പിന്നെ ദർഗ. ഒരു മനുഷ്യനില്ലാത്ത ജ്യോത്സ്യൻ കണക്ക് നോക്കിയിട്ട് ഇവിടെ ഒരു നല്ല ദൈവഭക്തൻ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടിണ്ടാക്കിയ കബറുകൾ. അതാ ഞാൻ ഈ പേപ്പർ വെച്ചൊക്കെ അമ്മാര് ജ്യോത്സ്യന്മാരെ തമ്മാടി തരാം. എന്നാ ഈ ജ്യോത്സ്യന്മാരെ സ്ഥിതി എന്താ? ജ്യോത്സ്യന്മാർക്ക് വല്ല ചുക്കും അറിയോ? ഒരു ചുക്കും അറിയില്ല. ഒരു ചുക്കും അറിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു മിസ് കോളിന്റെ ആവശ്യമില്ല. ഞാൻ അവസാനിപ്പിക്കുക. ഇത് കഴിഞ്ഞ 28-ാം തീയതി ഇറങ്ങിയ മാധ്യമം പത്രം. ഈ മാധ്യമം പത്രത്തിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയോ? തളി ക്ഷേത്രവാതിൽ കത്തിയ സംഭവം, വിവരം നൽകുന്നവർക്ക് പാരിതോഷികം. 2007-ലോ 2005-ലോ നമ്മളെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ വാതിൽ കത്തിയ കേസാ. ഇന്ന് വരെ കേരളത്തിലെ പോലീസിന് തെരഞ്ഞിട്ട് അന്വേഷിക്കാൻ പറ്റിയില്ല, കിട്ടിയില്ല. എന്നിട്ട് അവർ പരസ്യം കൊടുത്തിക്കുക, എന്തെങ്കിലും ഒരു സൂചന തരുന്നവർക്ക് ഞങ്ങൾ പാരിതോഷികം തരാമെന്ന്. എവിടെ പോയി ജ്യോത്സ്യന്മാർ? എവിടെ പോയി കണക്കന്മാർ? എവിടെ പോയി മുസ്ലിയാക്കന്മാർ? എവിടെ പോയി ബീവിമാർ? എവിടെ പോയി തങ്ങന്മാർ? ആർക്കെങ്കിലും ഒരു സൂചന കൊടുക്കാൻ സാധിക്കുമോ? നാണക്കേടല്ലേ ഇത്? ജ്യോത്സ്യന്മാരിങ്ങനെ പിന്നെ കവടി നേർത്തിയിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞ ജ്യോത്സ്യന്മാരെ, നിങ്ങൾക്ക് സാധിക്കോ? ഒരു സൂചന കൊടുത്താൽ മതി. മഷി നോട്ടക്കാരനായ തങ്ങളെ ഒരു സൂചന കൊടുത്താൽ മതി. വല്ല ബീവിമാരുമുണ്ടോ? ഒരു സൂചന കൊടുത്താൽ മതി. ഗവൺമെന്റ് നിങ്ങൾ ആദരിക്കും. നിങ്ങൾ അഡ്രസ് അവർ രഹസ്യമാക്കി വെക്കും എന്നൊക്കെ അതിൽ ഓഫർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, കേരളത്തിലെ ഏറ്റവും വലിയ ജ്യോത്സ്യനാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഒരു വിഡ്ഢിയായ മനുഷ്യനുണ്ട്, ആറ്റുകാൽ രാധാകൃഷ്ണൻ എന്ന് പറയും. ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളൊക്കെ വല്ലാതെ പൊക്കിയിട്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ഉമ്മമാരുടെ പോക്കറ്റ് കാലിയാക്കാൻ മാത്രം പണിയെടുത്ത് നടക്കുന്ന ആറ്റുകാൽ രാധാകൃഷ്ണൻ എല്ലാ ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലും അദ്ദേഹം അങ്ങനെ വിളിക്കുന്ന ഫോണുകൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ ഫത്വ കൊടുക്കുന്ന ആളാ ജ്യോത്സ്യത്തില്. ആ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ മോള് വേറൊരു ചെങ്ങായിന്റെ ഒപ്പം ചാടിപ്പോയത് രാധാകൃഷ്ണൻ അറിഞ്ഞില്ല. ഓന്റെ കൗടിമ അറിഞ്ഞില്ല. ഓൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കത് എന്റെ മോളെ കാണാനില്ലാന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റബിൾ ചോദിച്ചാലോ, അല്ല സാർ കൗടി വെച്ചിട്ടൊന്ന് നോക്കിക്കൂടായിരുന്നില്ലേ? അറിയങ്ങള് ഇതാണ് കേരളത്തിലെ ജ്യോത്സ്യന്മാരുടെ വലിയ ഷെയ്ഖ്, അതിന്റെ അസാത്തീത്ത് എന്ന് പറയുന്ന ആളെ സ്ഥിതി. പിന്നെ ഏത് ജ്യോത്സ്യന്റെ അടുത്തേക്ക് ഞങ്ങൾ ഓടിപ്പോണത്? ഏത് തങ്ങന്മാരുടെ അടുത്തേക്കാ പോണത്? ഒരൊറ്റ തങ്ങളെ ഇതാ ഞങ്ങളെ മുമ്പിൽ ഒരൊറ്റ തങ്ങളെ മാത്രം അറിയിച്ചിട്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് പറയാൻ എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നതുകൊണ്ടാണ് പ്രത്യേകമായിട്ട്. ഇതിൽ ഒരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണൂല. വേണമെങ്കിൽ വന്നിട്ട് ഞാൻ ഇറങ്ങിയതിൻ്റെ ശേഷം ആയിരിക്കും കാണാം. എൻ്റെ പേര് കൊടുക്കുന്നത് CP അലീന. എൻ്റെ പേര് നിങ്ങളിവിടെ വായിച്ചില്ലേ, CP അബുൽ കലാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിത് പറയാൻ പിന്നെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാൻ കാരണം, CP അലി എന്ന വാപ്പു ഓനെന്താ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലെ വല്ല ഉദ്യോഗസ്ഥന്മാരും ഉണ്ടെങ്കിൽ ഈ നിമിഷം ഈ കള്ളനെ പോയിട്ട് അറസ്റ്റ് ചെയ്യണം.
ഇതാ കൊടുത്തിനെന്താ അറിയോ? ആയുർവേദ പാരമ്പര്യ വൈദ്യ സംഘം എന്നും. ഇവന്റെ വാപ്പാക്ക് ഒരു മാസം ആയുർവേദ വൈദ്യശാലയിൽ നിന്ന് മരുന്ന് വാങ്ങിയ പാരമ്പര്യം കൂടി ഇല്ല. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ വാപ്പായിട്ട് കിട്ടുന്നതല്ലേ. ഓൻ്റെ ഉപ്പാക്ക് ഒരു മാസം വൈദ്യശാലയിൽ പോയിട്ട് മരുന്ന് വാങ്ങിയ പാരമ്പര്യം കൂടി ഇല്ല. കള്ള രജിസ്ട്രേഷൻ. എന്നിട്ട് ഇതിന്റെ പുറത്ത് പോയി എഴുതിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയുന്നത്? ഞാൻ വായിക്കുമ്പോൾ അവൻ എഴുതിയത് മുഴുവൻ വായിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വായിക്കുകയാണ്. ഇതിൽ അസ്സലാമു അലൈക്കും എന്നുണ്ട്. ആരും സലാം അടക്കണ്ട, നിങ്ങൾ ആരും സലാം അടക്കണ്ട ഞാൻ തന്നെ പറയാം. കാരണം അമ്മായിത്തെ സലാമാണ്, അതുകൊണ്ടാ കേട്ടാ. അസ്സലാമു അലൈക്കും എന്നുണ്ട്, അതാരും മറക്കണ്ട. പാരമ്പര്യ ചികിത്സ CP അലി എന്ന ബാപ്പു. അപസ്മാരം ഒന്ന് കൈമ എണ്ണം പിടിച്ചോളൂ നിങ്ങൾക്ക് ഓൻ്റെ ഇക്കുമത്ത് കാണുന്നുണ്ടെങ്കിൽ. അപസ്മാരം. രണ്ടാമത്തത് ഷെഹർ. അതെന്താന്ന് ഞാൻ അവനോട് ചോദിച്ചിരിക്കുന്നു. ഷെഹർ അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അവൻ്റെ മതപരമായിട്ടുള്ള അറിവിൻ്റെ വല്ലാത്ത ഒരു ഇതാണത് ഷെഹർ എന്ന് എഴുതിയത്. ശരി. മൂന്നാമത്തത് ശത്രുബാധ, വിവാഹ തടസ്സം, പറമ്പ് ദോഷം. പറമ്പ് ദോഷം, കുടുംബകലഹം, കൈവിഷ പരിഹാരം, ഭൂമി കെട്ടിട കച്ചവടം, വ്യവസായ സ്ഥാപനങ്ങൾ, രാജാവശ്യം, പൊതുജനാവശ്യം, പിണങ്ങിപ്പിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളിട്ടോ. പിണങ്ങിപ്പിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ളത് നിങ്ങളെ മനസ്സിലൊരു അടിവരട്ടോളി എന്നർത്ഥം. കാമുകി കാമുകന്മാർ, സുഹൃത്തുക്കൾ, തിരിച്ചു വരുന്നതിന് അതിശക്തിയേറിയ കാമദേവ കർഷണ ഏലസ്. അമ്മാരി ഒരു സാധനത്തിലുള്ളതുകൊണ്ട് നിങ്ങളോട് സലാം അടക്കണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായ? വെറുതെ പറഞ്ഞതല്ല. പിന്നെ ചേക്കുട്ടി, പാപ്പ, കാച്ചിലക്കാടൻ, കുരിക്കളി, ചാത്തൻ, ഭദ്രകാളി, കരിങ്കുട്ടി, കുട്ടിച്ചാത്തൻ, പറക്കാളി, മീൻകുളത്തി, കാഫിർ ജിന്ന് എന്നീ ദോഷങ്ങൾ കണക്ക് നോക്കി ചികിത്സിക്കുന്നു. ആരാ ഈ മുതലെന്നറിയോ? ഇതൊക്കെ പറഞ്ഞ ഈ മുതൽ എൻ്റെ എളാപ്പാൻ്റെ മോനാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവനെ പറ്റി പറയാൻ എനിക്ക് അവകാശം ഉണ്ട്. എൻ്റെ എളാപ്പാൻ്റെ മോനാ. 4 പെണ്ണ് കെട്ടിയിട്ട് ഗുണം പിടിക്കാതെ നാട് വിട്ട് പോയോനാ. ഓനാ പിണങ്ങിപ്പിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരെ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു 4 പെണ്ണിട്ടിച്ചു കൊടുത്തു നോക്കി. ഒരു രക്ഷയില്ല. ഓൻ്റെ കുരുത്തക്കടിൻ്റെ അറ്റം കൊണ്ട് ഓൻ നാട് വിട്ട്. ഇന്ന് ഓന് കോഴിക്കോട്, ഈങ്ങാപ്പുഴ, പന്തല്ലൂര്, വയനാട് പല സ്ഥലങ്ങളിലും ഷെയ്ഖുൽ ഖാദിയായിട്ടിരിക്കുക. ഈ പറഞ്ഞ ചികിത്സയൊക്കെ ഓൻ ചെയ്യുന്നു പറഞ്ഞിട്ട് ഓൻ്റെ പേരത്തെ തെങ്ങുമെന്ന് തേങ്ങട്ട എണ്ണ അറിയില്ല അവനക്ക്. അതാ ഓൻ്റെ ഭൗതിക വിദ്യാഭ്യാസം. സൂറത്തുൽ ഫാത്തിഹ ഒന്ന് തെറ്റാതെ ഓതാറിയില്ല. ഇപ്പൊ കണ്ടില്ലേ? സിഹിർ എന്നാണോ ഉദ്ദേശിച്ചതിനെ ഷഹർ എന്ന് കൊടുത്തിട്ടുണ്ട്. എവിടെത്തി? ഇമ്മായിരുത്ത ആളുകളാ നമ്മളെ കേരളം ഭരിക്കുന്നത്. ഇവരെയാണ് നമ്മളെ മൊയ്ലിയാക്കന്മാര്, തങ്ങന്മാരെന്ന് പറഞ്ഞ് കൊണ്ടടക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടാ കുത്തുബിയത്ത് ഓതി കൊടുക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടാ മൗലൂദ് ഓതി കൊടുക്കുന്നത്. ഇമ്മായിരുത്ത ശൈത്താന്മാരെ തിരിച്ചറിയണം. സിദ്ധൻ എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരർത്ഥം ദുഷ്ടൻ എന്നാണ്. ഇവര് നമ്മുടെ സഹോദരിമാരുടെ പണം മാത്രമല്ല ഇവരുടെ കണ്ണ്, സഹോദരിമാരുടെ അഭിമാനത്തെ ഇവർ കാർന്നു തിന്നു. ആ തരത്തിലുള്ള ദുഷ്ടന്മാരാ ഈ വക സാധനങ്ങൾ. എന്റെ തിരുനായിൽ നിങ്ങൾ ആരും വന്ന് ചോദിച്ചോളൂ ഇവനെ പറ്റിയിട്ട്. ഞാൻ അമേരിക്കയിലും റഷ്യയിലുള്ള ഒരാളെ പറ്റിയിട്ടല്ലല്ലോ പറഞ്ഞത്. തിരുനായിൽ എൻ്റെ അബ്ദുള്ളാപ്പാന്റെ മോന് അലി, ഞങ്ങൾ വാപ്പു എന്ന് വിളിക്കും, ചില ആൾക്കാർ ചേക്കാലി എന്നും വിളിക്കും. ചേക്കാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ കുറച്ചും കൂടി അവനക്ക് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹിന്ദി അറിയണവർക്ക് അതിൻ്റെ അർത്ഥം അറിയാം. അത്രയും പറഞ്ഞുള്ളൂ. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തരത്തിൽ നമ്മുടെ ഈ സമുദായത്തെ കാർന്ന് തിന്നാൻ ഈ മതപുരോഹിതന്മാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ശരിയല്ല. നിങ്ങൾ ഉസ്താദുമാരെ, നിങ്ങൾക്ക് ശമ്പളം തരുന്നു, നിങ്ങൾക്ക് നല്ല ഭക്ഷണം തരുന്നു, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തരുന്നു, നിങ്ങൾക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ഖബറിലൊന്ന് സമാധാനത്തോടെ കിടക്കാൻ, അവരെ ബർസഖിയായ ലോകം ഒന്ന് സമാധാനിപ്പിക്കാൻ അള്ളാന്റെ ഖുർആൻ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? അത് മാത്രമല്ലേ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. ഈ മാലി മൗലൂദ് ഒക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നല്ലോ പറഞ്ഞ്. നിങ്ങൾക്ക് അധികം ഡ്യൂട്ടി അല്ല തരുന്നത്. നിങ്ങൾക്ക് ഡ്യൂട്ടി കുറച്ച് തരിക. നിങ്ങൾ ഖുർആനും സുന്നത്തും ഒന്ന് ഈ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവോ? ഇവർക്കൊന്ന് അള്ളാനെ പറഞ്ഞു കൊടുക്കുവോ? എൻ്റെ മൂത്താപ്പ സുഖമില്ലാതെ കിടക്കുക, അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പത്തിൽ ഷിഫാക്കി കൊടുക്കട്ടെ. വളരെ അത്യാവശ്യൻ്റെ നിലയിലാ. കുറേ സമയം ഇങ്ങനെ കിടക്കണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഞാൻ പോകും. എന്നിട്ട് മൂത്താപ്പനോട് പറയും, മൂത്താപ്പ നിങ്ങളാണോ ആദ്യം മരിക്കുക, ഞാനാണോ ആദ്യം മരിക്കുക? അള്ളാൻ്റെ അടുത്ത് എടുക്കുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം, അള്ളാൻ്റെ നബിനെ കുറിച്ച് മനസ്സിലാക്കണം, അള്ളാന്റെ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കണം, അള്ളാന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കണം. അത് എനിക്ക് അറിഞ്ഞ മാതിരി ഞാൻ കുറേശ്ശെ പറഞ്ഞുതരാൻ എന്നിട്ട് മുത്താപ്പ അങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, ഇത് മൂത്താപ്പ നമ്മളെ പള്ളിക്കത്തെ ഉസ്താദുമാർ വന്ന് പറഞ്ഞു തരൂല. മൂത്താപ്പാന്റെ പെര നിൽക്കുന്നത് മൂത്താപ്പാന്റെ പെരന്റെ പറമ്പിലെ മദ്രസ നിൽക്കുന്നത്.
ഒറ്റ അപ്പുറപ്പുറവും മദ്രസും വീട് വരുന്നില്ല. ആ മദ്രസയിൽ 8ലധികം മുഅല്ലിമാരുണ്ട്. ഒരു ഉസ്താദും വന്നിട്ട് എൻ്റെ മൂത്താപ്പാക്ക് ഇതുവരെ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുത്തില്ല, നബിനെ പറ്റി പറഞ്ഞു കൊടുത്തില്ല, ഖുർആനെ പറ്റി പറഞ്ഞു കൊടുത്തില്ല, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു മൂത്താപ്പ നിങ്ങൾ എനിക്കൊരു വസിയത്ത് തരണം, നിങ്ങൾ സമ്മതം തരണം. എന്താ മോനെ, എന്താ സമ്മതം ഉണ്ട്? നിങ്ങൾക്ക് മരിക്കണ വരെ ഉസ്താദുമാർ അള്ളാഹിനെയും റസൂലിനെയും ദീനിനെയും ഖുർആനെയും പറ്റി പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ മരിച്ച് നിങ്ങളെ മീസാങ്കല്ലിൻ്റെ അവിടെ വന്നിട്ട് ഇവരിത് പഠിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ആ നേരം പഠിപ്പിക്കേണ്ട, അവരൊന്നാണ്ട് ഒഴിവാക്കാൻ നിങ്ങളുണ്ട് മാറി നാളെ ഉസ്താദേ എന്ന് പറയാനുള്ള ഒരു അവകാശം എനിക്ക് തരണം. മോൻ പറഞ്ഞോ അങ്ങനെ ഒരു പഠിപ്പിൻ്റെ ആവശ്യം എനിക്കില്ല, ഇജ്ജ് പഠിപ്പിച്ചു തരണേ എന്നെ, എനിക്ക് എൻ്റെ അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ. എൻ്റെ ഉസ്താദുമാരും വന്നിട്ടില്ല, ഇജ്ജ് പറഞ്ഞ തന്നെ ആരും വന്നിട്ടില്ല, വരൂല. അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കില്ല. എന്നിട്ട് എപ്പോഴാ മൂക്കിൽ പഞ്ഞി വെച്ച് ചെവിയിൽ പഞ്ഞി വെച്ച് 3 തുണി കൊണ്ട് വരിഞ്ഞ് കെട്ടി ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടുകല്ല് വെച്ചിട്ട് അവിടെ ഒരു ചെറിയ ഓട്ടുണ്ടെങ്കിൽ അതും കൂടി പൊന്ത വെച്ച് അടച്ച് മണ്ണ് കുഴച്ച് തേമ്പിയിട്ട് മണ്ണിട്ട് മൂടി കല്ലും കുത്തിയിട്ട് അതിന്റെ മേലെ ഇരുന്നിട്ട് പറയും ജാഅക്കൽ മലക്കാനി. ദാ നല്ല മനസ്സിലാക്കി എന്റെ കാര്യം കട്ടപ്പോകയാണ്. എന്താ കാരണം എന്നറിയോ? ഈ ആളേറ്റ് വന്ന് നീച്ചിക്കാൻ വകുപ്പുണ്ടെങ്കിൽ ഒരേറ്റ അടിയായിരിക്കും കണ്ണടപ്പൻ അല്ലേ? എന്താ പറഞ്ഞു? എൻ്റെ അടുത്തേക്ക് ചെങ്ങായി 2 മലക്കുകൾ ഇപ്പൊ വരും. എന്നിട്ട് എന്നോട് ചോദിക്കും മൻ റബ്ബുക, ആരാടോ എൻ്റെ റബ്ബ്? അപ്പജി പേടിക്കണ്ട, ഞാൻ പറഞ്ഞാളെ എൻ്റെ റബ്ബ് അള്ളയാണ്. 1ാം ക്ലാസ്സിലെ JM സ്കൂളിൽ എൻ്റെ ഇരിക്കണ ഈ മോന്, ഇവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പരീക്ഷ പെരുന്നാൾ ലീവ് കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പം ഞാൻ ചോദിച്ചു ടീച്ചറോട്, എന്താ ടീച്ചറെ പെരുന്നാൾ കൂട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഒരു പരീക്ഷ പിന്നെ ബാക്കി? അത് ചോദ്യപേപ്പർ ചോർന്നു. JM സ്കൂളിൽ ഉണ്ടായതാ. 1ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ ചോർന്നിട്ട് ആ പരീക്ഷ മാറ്റി വെച്ച് ഇവിടെ ഏറ്റവും വലിയ പരീക്ഷയ്ക്ക് മലക്കിന് അള്ള പറഞ്ഞേക്ക ഒന്ന് പോയോക്കൂടൂ. അല്ലതി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നൊക്കെ ഓനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓൻ്റെ അമലൊക്കെ ഒന്ന് പോയി നോക്കുന്നു. പരീക്ഷയ്ക്ക് എന്താ ഓൻ്റെ റിസൾട്ട് നോക്കുന്ന അള്ള 2 മലക്കുകളെ പറഞ്ഞേക്കുമ്പോൾ നമ്മളെ മൊയിലേരി മീസാങ്കല്ലിൻ്റെ അവിടെ മാറി എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, മലക്ക് വന്നാച്ച് പറഞ്ഞാളട്ടെ. മൻ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാളെ അള്ളയാണ്. മൻ നബിയുക്കാന്ന് ചോദിച്ചാൽ പറഞ്ഞാളെ മുഹമ്മദ് നബിയാണ്. ഒമാ ദീനുക്കാന്റെ ദീനാദാടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാളെ ഇസ്ലാമാണ്. ഒമാ ഇമാമുക്ക, അന്റെ ഇമാമാരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാളെ എൻ്റെ ഇമാമ് ഖുർആനാണ്. ഇതുവരെ ഇവർക്ക് വേണ്ടാത്ത ഖുർആന് ആ ഖുർആനിൽ ആ ഖബറിൽ വേണം അല്ലേ? എൻ്റെ ഇമാമ് ഖുർആനാണെന്ന് പറഞ്ഞ ഖുർആൻ സമ്മതിക്കോ? ഞാൻ അറിയില്ല ചെങ്ങൈനെന്ന് പറയും. ആയതുകൊണ്ട് ഈ ഖുർആൻ നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ മൗലൂദും കിതാബ് കംപ്ലീറ്റ് വലിച്ചെറിഞ്ഞാളി. കംപ്ലീറ്റ് നിങ്ങളെ ഡ്യൂട്ടി കുറച്ചു തരാം. നിങ്ങൾ ഈ മൗലൂദൊക്കെ ചെല്ലി ഇടങ്ങാറാണ്ട. നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് തരുന്ന ചെലവിന് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചാൽ മതി. ഈ കൗമിനെ അവരെ ഖബറിൽ ഒരു സന്തോഷത്തോട് എടുക്കാനുള്ള ഒരു വകുപ്പാക്കി കൊടുക്കും. എന്തിനാ ഈ കണ്ണി കണ്ട സദക്കത്തുള്ള കുതിരപ്പട്ടാണിയും ഈ തലക്ക് ചൊക്കില്ലാത്ത ആൾക്കാർ എഴുതിണ്ടാക്കിയത് ഈ സമൂഹത്തിനെ കൊണ്ട് പാടിപ്പിക്കുന്നത്? എന്തെല്ലാം കഥ ഉണ്ടെന്ന് അറിയല് നിങ്ങൾക്കറിയോ? ഇതിലുണ്ട് ഒരു കഥ. മൊഹിയുദ്ദീൻ ഷേഖിന്റെ മഹത്ത് എഴുതിയ ഒരു കഥ ഉണ്ട്. ഇതിൽ എന്തെന്നറിയോ? ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ ഒരു മൊയ്തീൻ ഷേഖ് വന്നിട്ട് കെട്ടിച്ചു കൊടുത്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പൊ അടുത്തത് മൊയ്തീൻ ഷേഖിന്റെ കാലത്ത് നടന്നതല്ല, നമ്മളെ പെരുമ്പിലായിൽ നടന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ ആ നാട്ടിലെ ഒരു മൊയ്ലിയർക്ക് കെട്ടിച്ചു കൊടുത്തു. ഭർത്താവ് തണ്ടാ നടന്നതാ, മൂപ്പര് സിയാറത്തിന് നടന്നതാ. പെണ്ണുങ്ങൾ മൊയ്ലിയരോട് വന്നിട്ട് പറഞ്ഞു, മൊയ്തീൻ ഷേഖ് ഇന്നലെ രാത്രി എന്നോട് വന്നിട്ട് നിങ്ങളെ പെണ്ണുങ്ങളാവാൻ പറഞ്ഞേക്കുന്നു. ഇതന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മൂപ്പര് വേഗം ഒരാളെയും കൂട്ടിക്കൊടുന്ന് നിക്കാഹ് ചെയ്ത് 36 ഭാര്യയാക്കി. അങ്ങനെ ഈ ചങ്ങായി സിയാറത്ത് കഴിഞ്ഞിട്ട് പെരേക്ക് ഇങ്ങനെ വരുമ്പോൾ പെണ്ണുങ്ങൾ പറയാ, നിങ്ങളെ ആ പടീൻ്റെ അപ്പുറത്ത് തന്നെ വൈക്കോളിട്ട് എങ്ങാണ്ട് വരണ്ട. എന്തേ പാത്തു എന്ന പേര്. എന്തേ പാത്തുവോ? ഞാൻ മൊയ്ലിയറെ പെണ്ണുങ്ങളയക്കണം, മൊയ്തീൻ ഷേഖ് ഇന്നെ നിക്കാഹ് ചെയ്ത് കൊടുത്തിക്കണെന്ന്. എന്ത് പണിയായി പറഞ്ഞ ഭാഗത്ത് ഞാൻ ഇപ്പം എന്താ ചെയ്യാന്ന്? ഞാൻ ഈ പറഞ്ഞ അതേമാതിരി ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കഥ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയതാ. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് എഴുതിയ കിതാബിൽ പെരുമ്പിലായില് മുത്തുമ്മൽ ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു തരീഖത്തിന്റെ ഒരു ഷെയ്ഖ് പെണ്ണിട്ട കഥ. ആരാ ചെയ്തത്? ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ ഒരു മുസ്ലിയാർക്ക് വ്യഭിചാരത്തിന് മൊഹിയുദ്ദീൻ ഷേഖ് കൂട്ടുന്ന ഓർത്തുന്നോ? നിങ്ങൾ ഏത് മൊഹിയുദ്ദീൻ ഷേഖിനെ പറ്റിയിട്ടാ പറഞ്ഞത്? ഇങ്ങനെ എന്തെല്ലാം കഥ. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെല്ലിയിട്ട് ഹായ് എന്ന് പറഞ്ഞ് നടക്കണ ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആള് ഇതൊക്കെ കള്ളക്കഥയെന്ന് പറഞ്ഞവന് ഓന് മുബത്തദി സലാം പറയണ്ട, ചെറുക്കണ്ട, നോക്കണ്ട, പെണ്ണിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഓൻ്റെ അടുത്ത് നിന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ പേടിച്ചോളിന്ന്. ഈ അവസ്ഥയിലുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് ഒരല്പം പോലും വിദ്വേഷം ഉണ്ടായിട്ടല്ല കേട്ടോ. ഇത് കേൾക്കുന്ന എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേദന നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് നഷ്ടക്കാരനായിട്ട് നരകത്തിലേക്ക് വീഴുമ്പോണ്ടാകുന്ന വേദനയേക്കാൾ വലുതല്ല.
അല്ല, അത് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതാ. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വ അത്അന റസൂല. എന്ത് എളുപ്പാ ഖുർആൻ പഠിക്കാൻ. നരകത്തിലേക്ക് മുഖം കുത്തി വീഴുമ്പോൾ നഷ്ടപ്പെട്ട ആൾക്കാർ പറയും, പഠിച്ചോനെ ഖുർആനും സുന്നത്തനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിന്ന്. ഇത് ഖുർആനാ പറഞ്ഞത്. എന്നിട്ട് അവർ പറയുന്നതെന്നറിയോ? വഖാലൂ റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. എത്ര ഇത് ഇന്നലെ ഇറങ്ങിയ മാതിരി ഈ ആയത്തിലെ ആ മുഖം കുത്തി വീഴുന്ന ആൾക്കാരെന്താ പറഞ്ഞു? പഠിച്ചോനെ അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ട് ഈ നരകത്തിലേക്ക് ഞങ്ങളെ എത്താൻ കാരണക്കാരാരാ? സാദതന, ഞങ്ങളെ സാദാത്യങ്ങളാണ്. സാധാരണക്കാരല്ല, സാദാത്തിനെ പിൻപറ്റിയോണ്ടാ നരകത്തിൽ വീഴേണ്ടി വന്നത്. വകുബറാഅന, ഞങ്ങളെ കബീറന്മാർ, ഞങ്ങളെ നേതാക്കന്മാർ, അവരാണ് ഞങ്ങളെ നരകത്തിൽ കൂടുന്നത്. അതുകൊണ്ട് ഒരു കാര്യമുണ്ട് റബ്ബേ, റബ്ബനാ അതീഹിം ലഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ. ഞങ്ങളെ ഈ നരകത്തിലേക്ക് എത്തിച്ച ആ സാദാത്യങ്ങളെയും ആ പണ്ഡിതന്മാരെയും ഈ നരകത്തിൽ കൊടുന്ന് അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്നൊരു സന്ദർഭം വരാണ്ട്, ആ സന്ദർഭത്തിൽ അതിൽ പെട്ടുപോവാതിരിക്കാൻ, ആ നഷ്ടത്തിൽ പെടാതിരിക്കാൻ ഇപ്പോ ചെറിയൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതൊരു നുള്ളിയ വേദനയായിട്ട് കണക്കാക്കിയാൽ മതി. തീക്കൊള്ളി കൊണ്ട് കുത്തിട്ടുമ്പോഴാണ് വിഷമം, ആ നരകത്തിൽ വീഴുമ്പോഴാണ് വിഷമം. ഏറ്റവും വലിയ പരാജയമാണത്. ആ പരാജയം പിന്നീട് നികത്താൻ കഴിയില്ല ഈ ദുനിയാവിൽ നിന്ന്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ സക്രാത്തുൽ മൗത്തിന് മുമ്പ് റബ്ബി ലൗലാ അഖർതനി, പടച്ചോനെ ഒന്ന് മാറ്റി തരുമോ, ഞങ്ങൾ ഉസ്താദുമാരോടും ചെന്ന് പറയട്ടെ നിങ്ങൾ ഈ പഴപ്പിക്കൽ നിർത്തണമെന്ന്, ഞങ്ങൾ അള്ളാന്റെ മാർഗത്തിലേക്ക് വരട്ടെ റബ്ബെ, ഒരു സമയം തരുമോ എന്ന് ചോദിച്ചാൽ അല്ല പറയും അതൊരു വെറും വാക്കാടോ, നിർത്തിക്കളയും. അങ്ങനെ പറയണ്ടാന്ന്. ഒരു നഫ്സിനും അതിന്റെ സമയത്ത് കഴിഞ്ഞാൽ പിന്നിട്ട് കൊടുക്കൂല. അള്ളാഹ്ക്ക് നിങ്ങളെ കുറിച്ച് അറിയാം, അതുകൊണ്ട് കിട്ടൂല. ഉള്ള സമയം ഇന്ന് ഇതെന്റെ അവസാനത്തെ പ്രഭാഷണമാണെന്ന് ഞാൻ വിചാരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ അവസാനത്താണെന്ന് വിചാരിക്കണം. എന്നിട്ട് അള്ളാഹിനോട് കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, പടച്ചോൻ പുറത്തു തരും, അള്ള പുറത്തു തരും. അള്ള എത്രത്തോളം പുറത്തു തരും അല്ലേ? എത്ര അള്ള പറയാണ്, നിങ്ങൾ ചെയ്ത എല്ലാ തിന്മയും അള്ള ബദലാക്കി തരും. ആര്? അള്ളാഹിനോട് തൗബ ചെയ്ത ആളെ പറ്റി പറയാ, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹ്. അള്ളാഹ് കൂട്ടർക്ക് ബദലാക്കി കൊടുക്കും. എങ്ങനെ? അവരെ എല്ലാ അതുവരെ ചെയ്ത ദുഷ്കർമ്മങ്ങളും ഹസനാത്താക്കി കൊടുക്കുന്നു. ഇത് അള്ളാഹിനോട് ചോദിച്ചാലേ കിട്ടുള്ളൂ, അള്ളാഹ്ക്ക് തരാൻ പറ്റുള്ളൂ. മൊഹീദ്ദീൻ ഷെയ്ഖിന് പറ്റൂല, ബദരീങ്ങൾക്ക് പറ്റൂല, മമ്പർത്ത തങ്ങൾക്ക് പറ്റൂല, ഒരു ഖോജക്കും പറ്റൂല, അള്ളാഹ്ക്ക് മാത്രം. അല്ലാതെ പൊറുക്കുന്നവർ ആരുണ്ട്? ഇതൊക്കെ ഖുർആനാ. അതുകൊണ്ട് ഖുർആൻ ഒന്ന് പഠിക്കുക, ഖുർആൻ നമ്മളെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നാദാ നാളെ മഹ്ശറയിൽ ഞങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന സ്വാലിഹായ അമലായി നീ രേഖപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാഥ, നിന്നോട് ഞങ്ങൾ ഇപ്പോൾ തന്നെ പാപമോചനം തേടുന്നു നാഥ. അള്ളാഹുവേ, ദുനിയാവിൽ വെച്ച് തന്നെ ഞങ്ങൾക്കത് പുറത്തു തരികയും അള്ളാഹ് നിന്റെ മാർഗത്തിൽ പൊരുതാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ തമ്പുരാനെ. ഒരു തിന്മയെ കാണുമ്പോൾ ഞങ്ങളുടെ കൈകൾ കൊണ്ട് അത് തടുക്കണമെന്നുണ്ട് നാഥ, പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾക്കത് സാധ്യമല്ല. ആ ഒരു തിന്മയെ കാണുമ്പോൾ നിന്റെ നാവ് കൊണ്ട് അതിനെ എതിർക്കണമെന്ന് പഠിപ്പിച്ച ആ ഹബീബിന്റെ ആ മാർഗം മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നത്. ആ മാർഗം ഞങ്ങൾ സ്വീകരിക്കുന്നു നാഥ. ഞങ്ങളുടെ നാവുകൾക്ക് നീ ശക്തി നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഇത് പറയാൻ ഞങ്ങൾക്ക് നീ ഇൽമു നൽകണേ തമ്പുരാനെ, അറിവ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഏത് ശിർക്കിന്റെ കൊട്ടക്കുത്തളങ്ങളിൽ പോയിട്ടും ഇത് നിർഭയത്തോടുകൂടി പ്രഖ്യാപിക്കാൻ പറയാൻ അള്ളാഹ് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നോട് മാത്രം ദുആ ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.